ഹായ് കൂട്ടുകാരെ, വിജിത്ത് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ? നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം, നോക്കിയാലോ? ഇതിൽ ഞാനാണെങ്കിൽ ചിക്കനിലാണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ശകലം ഗരം മസാല, ഇത്രയും കൂടെ നന്നായിട്ട് പുരട്ടി ഒരു 5 മിനിറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശകലം എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഈ ചിക്കൻ അതിലിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് 2 സവാള, മീഡിയം സവാള, 2 തക്കാളി, പച്ചമുളക് ഇത് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചെണ്ണ വയ്ക്കുക. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മതി. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ, അപ്പോഴത്തേക്ക് തന്നെ ഇത് വേവും. ഇതത്രേ ഉള്ളൂ. ഇതിനിടയിൽ ഞാൻ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അത് ഇതിനിടയിൽ കറണ്ട് പോയി, അതാണ് അത് എടുക്കാൻ പറ്റാത്തത്. ഇതിൽ ചേർത്തിട്ടുണ്ട്. 10 മിനിറ്റ് സാധാ അടുപ്പിൽ മൂടി വെച്ച് വേവിച്ചാൽ മതി. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ ചിക്കൻ പെരട്ട് റെഡിയായി. ഇതിനിടയിൽ ഇടയ്ക്ക് ഒന്ന് കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളകാണ് ഇതിൽ കൂടുതൽ ഇടേണ്ടത്. മുളക് പൊടി കുറച്ച്, കുരുമുളക് കൂടുതൽ. ഇത്രേ ഉള്ളൂ. ഇതിൽ ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, 1 നുള്ളു ഗരം മസാല, കുരുമുളക് പൊടി. ഈ ചിക്കനിൽ പുരട്ടി വെച്ച മസാലയാണ്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് മസാലയൊന്നും ഇട്ടില്ല. അതിന് കുറച്ച് എണ്ണയിൽ ആദ്യം നന്നായിട്ട് ഒന്ന് വശക്കുക. അതിൻ്റെ അകത്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കുക. അതിനിടയിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 10 ചെറിയ ഉള്ളിയും ചതച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടച്ച് വയ്ക്കുക. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. എന്നിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ആ വറ്റിക്കണ സമയത്തിന് കുരുമുളക് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ചിക്കൻ പെരട്ട് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.